പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. അത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇത് പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഇളയനായ സഹദേവൻ തൻ്റെ ദേവാരമൂർത്തിയായ മഹാവിഷ്ണുവിനെ ഭജിച്ചിരുന്ന ക്ഷേത്രമാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും നിർമ്മാണവും എല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് ആണ് ഐതിഹ്യം. ഇത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കോടിത്താനം എന്ന ദേശത്താണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിലെ 5ാമത്തെ ക്ഷേത്രവും പൂർത്തിയാവുകയാണ്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രത്യേക പ്രതിമ, അതിൻ്റെ മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിമ കാണുന്നുണ്ട്. അതിൻ്റെ കഥകളും ഞാൻ വരും വഴിക്ക് പറയാം. പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമുണ്ട്. ഞങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആദ്യം തന്നെ വലിയൊരു കൊടിമരം. ഇത് ഇവിടെ മഹാവിഷ്ണുവിനെ പോലെ തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി നരസിംഹമൂർത്തി പ്രതിഷ്ഠയുമുണ്ട്. അത് ഈ പടിഞ്ഞാറിനോട്ട് ദർശനമായിട്ടാണ് നരസിംഹമൂർത്തി പ്രതിഷ്ഠ ഉള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ 2 സൈഡിലും ഓരോ കൊടിമരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉപദേവതകൾ ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, രക്ഷസുകൾ എന്നിവർക്കെല്ലാം പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ AD 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികമാസത്തിലെ രോഹിണി നാളിലാണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. അതിനു മുമ്പുള്ള 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഇതിനിടയിൽ തൃക്കാർത്തിക ദിവസം നടക്കുന്ന ദീപമഹോത്സവം എന്ന് പറഞ്ഞ ഒരു വിശേഷം കൂടിയുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ അഷ്ടമിരോഹിണി, വൈശാഖ മാസത്തിലെ നരസിംഹ ജയന്തി എല്ലാം ഇവിടെ അതിവിശേഷമായിട്ടുള്ള ഉത്സവങ്ങളാണ്. സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ശ്രീകോവിൽ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് രണ്ടും. നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശില്പം കണ്ടായിരുന്നു. ആ ഒരു ശില്പത്തിൻ്റെ പേര് കഴുവേറ്റിക്കല്ലെന്നാണ്. അതിനൊരു പ്രത്യേക കഥയുണ്ട്. അത് ഇങ്ങനെയാണ്. പണ്ട് അമ്പലപ്പുഴ രാജ്യം ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവ് ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും ഒരുപാട് ക്രൂര പ്രവർത്തികൾ ചെയ്തിരുന്ന ആളായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ശിവേലി കഴിഞ്ഞ സമയത്ത് ഈ അമ്പലത്തിൽ വരികയും അപ്പോൾ ദേവൻ ഉറങ്ങുകയാണ് എന്ന് അമ്പലത്തിലുള്ളവർ പറഞ്ഞെങ്കിലും അദ്ദേഹം ബലമായിട്ട് അമ്പലം തുറക്കുകയും അപ്പോൾ തന്നെ അവിടെ വീണ് മരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് ഐതിഹ്യം. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആ ഒരു കല്ല് അവിടെ അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഇതേപ്പറ്റി ഈ പറയുന്ന ഈ കഥയുണ്ട്. അതേപോലെ തന്നെ ഇതേ കഥ വേറൊരു രീതിയിലുണ്ട്. അത് ഇത്തരത്തിലാണ്. ശരിക്കും ചങ്ങനാശ്ശേരി ഭരിച്ചിരുന്ന നാണ്ടുടൈനാട്ട് എന്ന് പറഞ്ഞ രാജാവ് ചെമ്പകശ്ശേരി രാജാവുമായിട്ട് കടുത്ത ശത്രുതയിലായിരുന്നു. അപ്പോൾ ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം ഈ ചങ്ങനാശ്ശേരിയിലെ രാജാവിനെ ഒന്ന് അപമാനിക്കാൻ വേണ്ടി ആയിരിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ രാത്രി ആ സമയത്ത് ഇവിടെ വരികയും അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര കാവൽക്കാരനായ മാരാരോട് ശംഖൂതാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒട്ടും ഭയമില്ലാതെ തന്നെ ശംഖു ഊതുകയും ചെയ്തു. അർദ്ധരാത്രിക്ക് ശംഖു ഊതുന്ന ശബ്ദം കേട്ട ബാക്കി ഉള്ള ജീവനക്കാർ ഈ വിവരം നാട്ടുണൈനാട്ട് രാജാവിനെ അറിയിക്കുകയും അതനുസരിച്ച് ഈ രാജാവ് മാരാരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു മാസങ്ങൾക്കകം ഈ രാജാവും രോഗബാധിതനായി മരിച്ചു എന്നൊരു കഥ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കുറേ ഐതിഹ്യങ്ങളും കുറേ കഥകളും ഒക്കെ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണിത്.